നമ്മൾ പിന്നെ മോഡേൺ സൈക്കോളജിയിൽ അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജിയിലൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ പഠിക്കാറുണ്ട്. എന്താ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയുടെ മനോഭാവം ഉണ്ടാവുക എന്നുള്ളതാണ്. ഏറെക്കുറെ നമ്മുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്നെസ് കുറവാണ്, നന്ദി ബോധം നമുക്ക് കുറവാണ്. മനുഷ്യന്മാർക്ക് നെഗറ്റിവിറ്റി ബയാസാണ് കൂടുതൽ. നെഗറ്റിവിറ്റി ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും സമയത്തും ഒക്കെ അവിടെയുള്ള നെഗറ്റീവിലേക്ക് നമ്മൾ ഫോക്കസ്ഡ് ആയി പോകും. നമ്മളെ ഉപ്പൂപ്പമാറും അതേ ആ സാധനമാണ് നമ്മുടെ തലച്ചോറ് കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. അവിടുത്തെ പോസിറ്റീവായ കാര്യങ്ങൾ എന്തെന്ന് നമ്മൾ മനഃപൂർവ്വം ആലോചിച്ചെടുക്കേണ്ടി വരും. പക്ഷേ അവിടുത്തെ നെഗറ്റീവ് എന്ത് പെട്ടെന്ന് കണ്ണിൽ പെടും. നമ്മളൊരു കല്യാണ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ ഇന്നത് കുറവുണ്ടല്ലേ, ഇവിടെ ഇന്ന് ഒരു വിഷയമുണ്ട്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഒരു ബലഹീനതയാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ വലിയ റാഹത്തുണ്ടാവും. അപ്പോൾ ഈ നെഗറ്റിവിറ്റി ബയാസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പ്രശ്നങ്ങളിലേക്കും കുറവുകളിലേക്കുമാണ് നമ്മൾ ചിന്ത ഉണ്ടാകുക. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്താ പറയുന്നത്? അതായത് നമ്മളുടെ ലൈഫിലുള്ള ഓരോ ചെറിയ നന്മകളും നമുക്ക് ലഭിച്ചിരിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളിലും ഒക്കെ നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു ദിവസം രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കാൻ പോകുമ്പോൾ ആ ദിവസം നമുക്കുണ്ടായ ചെറിയ ചെറിയ നന്മകൾ, കാരണം നമ്മളൊക്കെ സന്തോഷിക്കാൻ വേണ്ടി വലിയ കാരണങ്ങൾ കിട്ടാനാണ് കാത്തുക്കുന്നത്. വലിയ കാരണങ്ങൾ കിട്ടണം അല്ലേ? വലിയ വീടുണ്ടാക്കണം, അല്ലെങ്കിൽ എൻ്റെ ജോലിൻ്റെ സാലറി ഇത്ര ആകണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മക്കൾ ഇത്ര വലിയ അവസ്ഥയിലേക്ക് എത്തണം, എന്നിട്ട് ഞാൻ സന്തോഷിക്കാം എന്നൊക്കെയാണ് നമ്മൾ കാത്തുക്കുന്നത്. സത്യത്തിൽ നമുക്ക് സന്തോഷിക്കാനും ആനന്ദിക്കാനും വേണ്ടി അത്ര വലിയ ബിഗ് ഇവൻസിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സന്തോഷിക്കാനും ആനന്ദിക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ഇന്ന് നിങ്ങൾ എടുത്തൊക്കെ ആയിട്ട് നമ്മളൊക്കെ വെള്ളം കുടിച്ചില്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി രേഖപ്പെടുത്താനാണ് ഇവർ പറയുന്നത്. അപ്പോൾ രാത്രി ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 കാര്യങ്ങളെങ്കിലും എഴുതണം എന്ന് അവർ പറയും. ഇന്ന് എനിക്ക് കുടിക്കാൻ ഇപ്പോൾ നല്ലൊരു ജ്യൂസ് കിട്ടി, നല്ല ഭക്ഷണം കിട്ടി, എൻ്റെ പഴയൊരു സുഹൃത്തിനെ ഞാൻ കണ്ടു, അയാളുമായി എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റി, അപ്പോൾ എനിക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടായി. ഇങ്ങനെ നമ്മൾ നിരന്തരം നമ്മുടെ ബ്രെയിൻ്റെ മേൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായി നമ്മൾ ഇടപെടുന്നിടങ്ങളിലൊക്കെ നമ്മുടെ തലച്ചോറ് ആദ്യം എന്തിലേക്ക് ഫോക്കസ്ഡ് ആവും? നന്മകളിലേക്ക് ഫോക്കസ്ഡ് ആവും. അപ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം, ആനന്ദം കിട്ടും. ഇത് ഗ്രാറ്റിറ്റ്യൂഡ്നെസ് എന്ന് പറഞ്ഞ ഈ സാധനം തെറപ്പികളിലും മറ്റൊക്കെ ഉൾപ്പെടുത്തിയത് ഈ അടുത്ത കാലങ്ങളിലാണ്. മനഃശാസ്ത്രം അതിൻ്റെ തലങ്ങളിലേക്ക് ഉയർന്നു വന്ന് പോസിറ്റീവ് സൈക്കോളജിയൊക്കെ ഇത് ചർച്ച ചെയ്യുന്നത് ഈ അടുത്ത കാലഘട്ടത്തിലാണ്. എന്നാൽ നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കുമ്പോൾ, നമ്മൾക്ക് ഈ ഖുർആൻ കേൾപ്പിക്കുമ്പോൾ അല്ലാഹ് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് എന്താണെന്നറിയോ? അൽഹംദുലില്ലാഹ്. നീ പറയേണ്ടത് എന്താണെന്നറിയോ? സർവ്വസ്തുതിയും അല്ലാഹുവിനാണ്. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹു നിനക്ക് സ്തുതിയാണെങ്കിൽ ഞാൻ സ്തുതിക്കപ്പെട്ടവനാണ്, അപ്പോൾ എനിക്ക് എന്തൊക്കെയോ നന്മകൾ നീ നൽകിയിട്ടുണ്ട്. എത്ര അപകടത്തിൽപ്പെട്ട മനുഷ്യനാണെങ്കിലും അവൻ എന്തെങ്കിലുമൊക്കെ നന്മകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർന്നോ? നിസ്കാരം കഴിഞ്ഞാൽ നമ്മളോട് 33 വട്ടം സുബ്ഹാനല്ലാഹ് പറയാൻ വേണ്ടി പറയുന്നു. അതിനുശേഷം 33 വട്ടം അൽഹംദുലില്ലാഹ്. 33 വട്ടം ഓരോ അൽഹംദുലില്ലാഹ് പറയുമ്പോഴും ഓരോ അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണാൻ പറ്റുമെങ്കിൽ മാഷാ അല്ലാഹ് വളരെ നല്ലത്. പക്ഷേ ചിലപ്പോൾ തുടക്കത്തിൽ നമുക്കത് പറ്റിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് പറയുമ്പോൾ പഠിച്ചവനെ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോലോ, അല്ലാഹ് അൽഹംദുലില്ലാഹ് എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോലോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത്രയൊന്നും പറ്റുന്നില്ലെങ്കിൽ ഓരോ 10 അൽഹംദുലില്ലാഹ്ക്ക് പറയുന്ന സമയം കൊണ്ടെങ്കിലും ഒരു നന്മ നമ്മൾ ചിന്തിക്കണം.